രാമായണത്തിന്റെ 7ാമത്തെ ദിവസം 7ാമത്തെ ഭാഗമായിട്ട് വരും ഈ കഥകൾ. അപ്പം ദശരഥൻ എവിടെയെന്ന് മന്ത്രി തിരക്കുന്നു. സുമന്ത്രരാണ് എത്തിയത്. അപ്പം പറഞ്ഞു, ഇനിയും എഴുന്നേറ്റിട്ടില്ല, രാജാവ് ദുഃഖിതനാണ്. സുമന്ത്രര് കൈകേയിയോട് എന്താണെന്ന് കാര്യം അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, മഹാരാജാവ് രാത്രി ഉറങ്ങിയിട്ടില്ല, സദാ രാമനെ ധ്യാനിച്ച് ഉണർന്നതിനാലാവാം അസ്വസ്ഥനായി കാണപ്പെട്ടത്. ഉടനെ രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. കൈകേയിയുടെ ലാഘവത്തോടെയുള്ള സംസാരം സുമന്ത്രൻ അത്ര പിടിച്ചില്ല. ദശരഥന്റെ അനുവാദം വാങ്ങി മന്ത്രി രാമമന്ദിരത്തിലേക്ക് പോയി. രാമനെ വിവരങ്ങൾ അറിയിച്ചു. ദശരഥന്റെ ആഗ്രഹമനുസരിച്ച് സുമന്ത്രരുടെ കൂടെ തന്നെ രാമൻ കൊട്ടാരത്തിലേക്ക് പോന്നു. വസിഷ്ഠാദികളെ വന്ദിച്ച് അച്ഛന്റെ അരികിലെത്തി പാദങ്ങൾ തൊട്ട് വണങ്ങി. ദശരഥൻ രാമനെ പുണരാൻ കൊതിച്ച് 2 കൈയും നീട്ടി വിളിച്ചു. അപ്പം ശ്രീരാമചന്ദ്രൻ അറിയുന്നില്ല. അപ്പം ദശരഥൻ വിളിച്ചു, കരഞ്ഞുകൊണ്ട്, രാമാ, തേങ്ങിക്കരയുകയാണ്. രാമനെ കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് നിലം പതിച്ചു. രാമൻ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ മടിയിൽ കിടത്തി. വസിഷ്ഠനും അടുത്തിരുന്നു. അച്ഛന്റെ ദുഃഖകാരണം എന്താണെന്ന് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു. മറുപടി പറഞ്ഞത് കൈകേയിയാണ്. അവരിൽ നിന്ന് രാമൻ എല്ലാം മനസ്സിലാക്കുകയാണ്. ധർമ്മസങ്കടത്തിൽപ്പെട്ട് വേദനിക്കുന്ന അച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് രാമൻ അറിഞ്ഞുകൂടാ. രാജാവിന് ആശ്വാസം ലഭിക്കണമെന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിതത്തിനുതകുന്ന കാര്യം ചെയ്യാൻ ചെറിയമ്മ ഉപദേശിക്കുന്നു. സത്യം പാലിക്കുന്നവനായ രാമൻ ദശരഥനെയും സത്യവാദിയാക്കണമെന്ന് ചെറിയമ്മ ആവശ്യപ്പെടുന്നു. എല്ലാറ്റിനും കാരണക്കാരൻ രാമൻ തന്നെയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ശ്രീരാമചന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ്. വരംഗങ്ങൾ ഉണ്ടാക്കിയ വിന ശ്രീരാമനോട് മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തത് കൊണ്ട് കൈകേയി ഇൻഡയറക്റ്റ് ആയിട്ടാണ് ദശരഥന്റെ ദുഃഖകാരണം പറയുന്നത്. പിതാവിന് വേണ്ടി ജീവിതം തന്നെ ത്യജിക്കാൻ തയ്യാറാണ്. സീതയെ, അമ്മയെ, രാജ്യത്തെ ഒക്കെ ത്യജിക്കാം, അതിനാരും ആജ്ഞാപിക്കണമെന്നില്ല. പിതൃകാര്യം കാണുന്നവനാണ് ഉത്തമപുത്രൻ. ഇപ്പൊ അവിടെ പിതാവിന്റെ ഒരു പുത്രന്റെ ധർമ്മങ്ങൾ എന്താണെന്നാണ് ശ്രീരാമചന്ദ്രൻ ഓർമ്മിക്കുന്നത്. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറയാണ്, അച്ഛാ, അങ്ങ് പറയൂ, അച്ഛൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. രാമൻ ഒറ്റ വാക്കേ ഉള്ളൂ, ചെയ്യാതിരിക്കുകയോ മാറ്റിപ്പറയുകയോ ചെയ്യുന്നത് രാമന്റെ രീതിയല്ല. അച്ഛന്റെ ആജ്ഞ എന്തു തന്നെയായാലും അനുസരിക്കാമെന്ന് രാമൻ സത്യം ചെയ്തു. ഇതേപോലൊരു മകനെ നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ആരാണെന്ന് അറിയാൻ പറ്റുമോ? മഹാഭാരതത്തില് അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭീഷ്മദേവൻ, അച്ഛന്റെ സന്തോഷം എന്താണോ അതാണ് എൻ്റെ ജീവിതത്തിലും സന്തോഷം എന്ന് പറഞ്ഞിട്ട് ദൃഢപ്രതിജ്ഞ ചെയ്തു, ഞാൻ ജീവിതത്തിൽ വിവാഹം ചെയ്യുകയില്ല എന്നുള്ളത്. പ്രതിജ്ഞ കേട്ടപ്പോൾ കൈകേയിക്ക് സമാധാനമായി. അതുപോലെ വീണ്ടും രാമായണത്തിലാണോ? ഹരേകൃഷ്ണ പ്രഭു ഇങ്ങോട്ടൊന്ന് വിളിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. ക്ലാസ്സില മതിയോ? ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഞാൻ വിളിക്കാം. ഹരേ സന്തോഷം, ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ വീണ്ടും ഉണ്ട് ജമദഗ്നി മഹർഷി. ജമദഗ്നി മഹർഷിയുടെ ഭാര്യ ആരാണ്? രേണുക. രേണുക, അതെ. രേണികയുടെ തല വെട്ടാൻ ജമദഗ്നി മഹർഷി പരശുരാമനോട് പറയും. അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ വെട്ടിക്കഴിഞ്ഞുകൊണ്ട് അമ്മയുടെ കഴുത്ത് വിട്ടു. സ്വന്തം അമ്മയാണ്. അച്ഛൻ സന്തോഷിക്കും. അച്ഛൻ പറയും, നീ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറയും, നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നീ എൻ്റെ വാക്ക് കേട്ടവനാണ്. അപ്പം പരശുരാമൻ പറയും, അച്ഛന്റെ വാക്ക് ഞാൻ കേട്ടു, അച്ഛൻ ഇതാ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എന്ത് വേണമെങ്കിലും അങ്ങയോട് ചോദിക്കാൻ സാധിച്ചു തരാം. ഞാൻ പറയുന്നു, എൻ്റെ അമ്മയെ ജീവിപ്പിച്ചു തരണം. വീണ്ടും ജമദഗ്നി മഹർഷി രേണുകാദേവിക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ധർമ്മപ്രകാരം പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, ഞാൻ തിരിച്ച് ജീവൻ തരാം, നടക്കില്ല. കാര്യം നമ്മൾ പാപമംഗലമായ മനസ്സുകൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ധ്യാനങ്ങൾക്ക് ദൃഢതയില്ല, തീവ്രതയില്ല. അപ്പൊ അതിനൊക്കെ ഞാൻ
ആ കാര്യങ്ങൾ ദാമോദരാരതിക്ക് പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. പ്രതിജ്ഞ കേട്ടപ്പോൾ കൈകേയിക്ക് സമാധാനമായി. രാമന്റെ അഭിഷേകത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും മുമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപയോഗിച്ച് ഉടനെ ഭരതനെ അഭിഷേകം ചെയ്യണം. അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് ശ്രീരാമൻ 14 വർഷം കാട്ടിൽ പോകാൻ ഒട്ടും വൈകരുത്. മുനിവേഷം ധരിച്ച് മുനിമാരെ പോലെ ഈ 2 കാര്യങ്ങളെ ഇനി അച്ഛന് വേണ്ടി ചെയ്യാനുള്ളൂ, കൈകേയി പറഞ്ഞു. വനത്തിലേക്ക് പോകുവാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ അത് പറയുന്നില്ല. അതിന്റെ കാരണമാണ് അറിഞ്ഞുകൂടാത്തത്. അച്ഛൻ നേരിട്ട് എന്നോട് പറയുന്നില്ല. അതാണ് എനിക്ക് വിഷമം. അച്ഛൻ അത് നേരിട്ട് പറയാനുള്ള തന്റെ ഇടം കാണിക്കാത്തതാണ് രാമന്റെ ദുഃഖം. രാമന്റെ വാക്കുകൾ കേട്ട് തളർന്നു കിടക്കുന്ന ദശരഥൻ ശക്തി സംഭരിച്ച് പറഞ്ഞു, മകനെ, നിന്റെ അച്ഛൻ ഭ്രാന്തനാണ്, പെൺകോന്തനാണ്, അധർമ്മിയാണ്. എന്നെ വധിക്കൂ, അയോധ്യരാജം കൈയടക്കൂ. അത് പാപമല്ല, അയോധ്യ രാജാവിന്റെ കടമയാണ്. ദശരഥൻ പൊട്ടിക്കരഞ്ഞു. അയോധ്യാധിപൻ ദുർബലനാകരുത്, കരയരുത്. കഷ്ടം, ഇതിൽ കരയാൻ എന്തുണ്ട്, ദുഃഖിക്കാൻ എന്തുണ്ട്? രാമൻ അച്ഛന്റെ കണ്ണുനീർ തുടച്ചു. എല്ലാം ദേവഹിതമാണ്. ഭരതൻ നാടുവാഴട്ടെ. പ്രതിജ്ഞ നിറവേറ്റി ഞാൻ ഉടനെ മടങ്ങി വരില്ലേ. കൈകേയി അമ്മയുടെ മോഹം നടത്തി കൊടുക്കേണ്ടതും നമ്മളല്ലേ. രാമൻ സംസാരിച്ച് അച്ഛനെ കൂടുതൽ വേദനിപ്പിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അമ്മയെ ആശ്വസിപ്പിക്കണം. ഉടൻ കൗസല്യയുടെ അടുത്തെത്തി. അമ്മ ഈശ്വര സേവയിൽ, കൗസല്യ എന്ന് പറഞ്ഞാൽ പരിപൂർണ ഈശ്വര വിശ്വാസിയാണ്. ഈശ്വര സേവ, ഭഗവത് സേവ മാത്രമാണ് കൗസല്യയുടെ ദിവസവും 24 മണിക്കൂറിൽ അധികം സമയവും മകന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. മനസ്സ് നിറയെ മഹാവിഷ്ണുവാണ്, രക്ഷകനായ മഹാവിഷ്ണു. അപ്പോൾ പ്രത്യേക സ്ഥാനം രാമന് നൽകേണ്ടതില്ല. അപ്പം ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? ആ സാക്ഷാ ശ്രീരാമചന്ദ്രനാണ് മുന്നിൽ നിൽക്കുന്നത്. ദേവകി അമ്മ നാരായണ എന്ന് വിളിക്കുമ്പോൾ, യശോദാമ്മ നാരായണ എന്ന് വിളിക്കുമ്പോൾ, ഉരലിൽ പിടിച്ചു കെട്ടാൻ വിളിക്കുമ്പോൾ ആര് വിളി കേട്ടു? കൃഷ്ണൻ വിളി കേട്ടു എന്ന് പറഞ്ഞതുപോലെയാണ്. അതെല്ലാം കണക്റ്റഡ് ആണ്. കുറച്ചു നേരം അമ്മയോട് ചേർന്നിരുന്നു. ശ്രീരാമൻ അറിയാം അമ്മ കണ്ണടച്ചിരിക്കുകയാണെങ്കിലും മനസ്സിൽ മുഴുവൻ മകനാണ്, നീറിയിരിക്കുകയാണ്. രാമനെ കണ്ടപ്പോൾ സുമിത്ര ഓടിയെത്തി കൗസല്യാദേവി അറിയിച്ചു, രാമൻ വന്നിരിക്കുന്നു. രാമനാമം കേട്ടപ്പോൾ കൗസല്യ കണ്ണു തുറന്ന് രാമനെ വാരിപ്പുണർന്നു. അമ്മയുടെ സ്നേഹം മകൻ വളർന്നു വലുതായെങ്കിലും അമ്മയ്ക്ക് അവൻ എന്നും കുഞ്ഞു തന്നെയാണ്. മകന്റെ ശരീരം എത്ര തലോടിയിട്ടും ആ അമ്മയ്ക്ക് മതി വരുന്നില്ല. നടന്ന കഥയെല്ലാം രാമൻ അമ്മയോട് പറഞ്ഞു. രാമൻ ന്യായങ്ങളും യുക്തിയും ഈശ്വരഹിതവും എല്ലാം പറഞ്ഞുവെങ്കിലും വേർപാട് സഹിക്കാൻ കൗസല്യക്ക് കഴിയുന്നില്ല. ജീവിതം മുഴുവൻ ഈശ്വരനിൽ അർപ്പിച്ചിട്ടും രാമനില്ലാത്ത ജീവിതം ഓർക്കാൻ പറ്റുന്നില്ല. രാജാവിന് ഭരതനോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ രാജ്യം അവന് കൊടുത്തുകൊള്ളട്ടെ. കൗസല്യക്ക് അതിനൊന്നും പരാതിയില്ല. രാമനെ വനവാസത്തിന് എന്തിന് അയക്കണം? കൈകേയിയോടോ രാജാവിനോടോ ഒരു കുറ്റവും ചെയ്യാത്തവനെ ഇങ്ങനെ ശിക്ഷിക്കണോ? അമ്മയുടെ മൗനം വാചാലമാവുകയാണ്. കൗസല്യ ചിന്തിക്കുകയാണ്. അച്ഛന്റെ ആജ്ഞ വനത്തിൽ പോകാനാണ്, അമ്മ അത് തടയുന്നു. മകന്റെ കർത്തവ്യം നിറവേറ്റണം. രാമൻ വിവശനായി. കാര്യം ഒന്ന്, അച്ഛന്റെ ആഗ്രഹം നിറവേറ്റണം. മറുസ്ഥാനത്ത് സ്വന്തം അമ്മയ്ക്ക് അതിൽ ആഗ്രഹവുമില്ല, വിഷമവുമാണ്. ആദ്യം അമ്മയാണ്, രണ്ടാമത് അച്ഛൻ, പിന്നെ ആചാര്യം. വിധിക്കനുസരിച്ച് അച്ഛൻ 2ാം സ്ഥാനമാണ്. നീ പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ ധിക്കരിച്ച് നീ പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയുമില്ല. കൗസല്യ കരയുകയാണ്. ശ്രീരാമചന്ദ്രൻ അവിടുന്ന് കൗസല്യാദേവിയെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും സീതയോട് പറയുന്നൊരു വാചകമുണ്ട്. എന്താണ് രാജ്യം, രാജാവാകാൻ പോകുന്നില്ലേ എന്ന് സീത ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും, രാജാവാൻ പോകുന്നു, നാളെ പട്ടാഭിഷേകമാണ്. പക്ഷെ ഞാനല്ല രാജാവാകുന്നത്, അത് എൻ്റെ അനിയനാണ്, ഭരതനാണ്. രാജ്യം നമുക്ക് ഷെയർ ചെയ്ത്, മക്കൾക്കെല്ലാവർക്കും ഷെയർ ചെയ്ത് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. ഈ രാജ്യവും കൊട്ടാരവും ഒക്കെ ഭരതന് കൊടുത്തു, പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ തന്നു കേട്ടോ. അച്ഛൻ എന്നോട് വളരെ സന്തോഷമുണ്ടായിട്ട് എനിക്കതിൽ കൂടുതൽ തന്നു. വനമേഖല മൊത്തവും, വനങ്ങൾ മൊത്തവും അച്ഛൻ എനിക്കാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വനം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടെ സീതയോട് പറയും. ഇനി നമ്മൾ ആ ഭാഗത്തോട്ട് വായിക്കുകയാണ്. രാമായണത്തിലെ വിച്ഛിന്ന അഭിഷേകം. സുമാജി വായിച്ചു തുടങ്ങിക്കോളൂ. അന്നേരമാദിത്യൻ അല്ലേ? അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൻ. മന്നവൻ പള്ളി കുറുപ്പണർന്നിലിനും എന്തൊരു മൂലമതിലിന്നു മനസ്സേ. ചിന്തിച്ചു മന്ദമന്ദം തഥാം മന്ത്രി പ്രവരനാകുന്ന സുമന്തരും
അന്തപുരമകം പുക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭുത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു വൃദ്ധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൽ ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകൻ എന്നോടു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രി പതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതു തന്നെ ചിത്തത്തിനും സ്വതന്ത്രം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്ദിൽ പ്രജാകര സേവയും ചെയ്തയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാനു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്തരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമാനകർണ്യജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്തരുണ്ടറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ ഒന്നുള്ളുക വേണം. മന്ത്രി പ്രവര വാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമാവിവശന താതൻ മറുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമ രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീ ജനങ്ങളതും കണ്ടനന്തരമാരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരുന്നതു നേരം പറഞ്ഞതു കേകയ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കലൂതിരി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം. നൃപേന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിന്താതനായി സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളൊരു ഹരേ കൃഷ്ണ നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടു മിന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു
ഭിന്നനായി വന്നിതു താതനറിക നീ. സത്യഭാഷേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുണ്യമാമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു സദ പത്രസമുദ്ഭവൻ എന്നതറിക നീ. മാതൃവചന ശുലാഭിഘാതനായ മേദനീ ബാലകുമാരനാം രാമനും എത്രയോ മേറ്റം വ്യഥീതനായി ചൊല്ലിനാൻ. ഇത്രയല്ലോ പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും രാജമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജമെന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പേനറിയുക നീ. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേറുമേ സംശയം. ചേതസി ചെറ്റില്ലെന്നിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞാപ്തമെന്നാകിലും കാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനോനുത്തമൻ. പിത്ര നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്ന സജ്ജന ഇത്തമെല്ലാം പരിജ്ഞാനം മയാധുന. ആകയാൽ താതാ നിയോഗമനുഷ്ഠിപ്പ നാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയതിനാലാദരാൽ താതൻ നിനക്കഭിഷേകമാർഗമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. താതൻ നിനക്കഭിഷേകമാർത്ഥം അർത്ഥം ആയുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം. താതൻ അഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടെന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നിതിനെന്തൊരു വൈഷമ്യമായതും ചെയ്തഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ മനത്തിനോ മാതാവേ. എന്തതെന്നോടു ചൊല്ലാനോ പിതാവിതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകാവാസത്തിനേറ്റമുള്ളതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറുമമ്മയ്ക്കുമേ ഇദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരുമും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നെ യൗവനം നൽകിയ ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നയും
രാജ അധമനാകുമെന്നെയും വൈകാതെ വൈകാതെ പാർശ്വേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കണി ദോഷം നിനക്കതിനേതു മകപ്പെടാ അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പരീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണുനീരോല വാർത്തു കരയുകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി നിൽക്കുകയും ഖിന്നനായൊരു പിതാവിനെ കണ്ണുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചൂരകുത്തമൻ. ആ ശേഷനീതിവ ഗൈർഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചണ്ണയെ കോവിദൻ തഥാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മീരാജി. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പൂക്കതു നേരം ധാർമ്മികയാകിയ മാതാസു സമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈകൊണ്ടു ഭഗവൽ പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൻ. രാമനുപഗതനായതു കണ്ടിലെ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേവരം മന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തെൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നിടു ഭുജിപ്പതിനാശു നീ എന്നെ മാതാവു പറഞ്ഞൊരനന്തരം. വന്ന ശോകത്തെയടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയായ അമ്മയ്ക്കു മൽപിത രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കയെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ. തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ.
ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേർപിട്ടു പോയ പശുവിനുള്ള അതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധി മതം. എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേ മുടിഞ്ഞു പോം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്മിതമാതാജി. തത്ര കൗസല്യ വചനങ്ങളിങ്ങനെ കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നി നാനാലോകങ്ങളെല്ലാം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ഹരേ കൃഷ്ണ. മീരാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിതമാതാജിക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, സോറി. ഹരേ കൃഷ്ണ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വിദൂജിതം ശാന്തേതരം രൂത്രപാഹീനം ഷഡപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേക മന്ദരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ ബന്ധമില്ലേതുമിതെന്നു ശോകിപ്പതിൻ അന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കിതെന്നുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകില. ആചാര്യനും ശാസനം ചെയ്യുക തന്നെ വരൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിദ്യാജി. യുദ്ധം പറഞ്ഞു ലോകത്രയം തദൃശ ദഗ്ധമാമാരു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ആലിംഗനം ചെയ്തു സുന്ദര ഇന്ദിരാമന്ദിര വിഗ്രഹൻ ഇന്ദീവരാവത്സനം ആനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ. ശ്രീരാമൻ തന്നെ കൊടുത്താണ്. ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാകര വന്ധ്യാംഘ്രി യുഗ്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബ ആനന്ദ ഇന്ദുചൂടപ്രിയൻ. ആരത്? ശ്രീരാമചന്ദ്രൻ. വന്ദാരു വൃന്ദൻ മന്ദാരതാ രൂപമവൻ. ശ്രീരാമചന്ദ്രനെ ആ കാണുന്നതാണ്, ശോഭിച്ച് കാണുകയാണ്. കൗസല്യാദേവി കരയുന്നു, വളരെ വിഷമമാണ്. ശ്രീരാമചന്ദ്രൻ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം സൗമിത്രി അമ്മയും വന്നു. അപ്പം സൗമിത്രി അമ്മ നോക്കുമ്പം കാണുന്നതാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പം പരിത്യാഗത്തിന്റെ സ്വരൂപമാണ് ശ്രീരാമചന്ദ്രൻ. അപ്പൊ ഭഗവാന്റെ 6 ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ 6 ലക്ഷണങ്ങളിലാണ് ഈ സൗന്ദര്യം മൊത്തവും പറയുന്നത്.
അതൊന്ന് ആ സുന്ദരൻ, ഇന്ദിര, മന്ദിര, വത്സല അതൊന്ന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയും. സുന്ദരൻ, സുന്ദര, ഇന്ദിരാമന്ദിരൻ, വത്സൻ, ആനന്ദ സ്വരൂപൻ, ഇന്ദിര വിഗ്രഹൻ, ഇന്ദീവരാക്ഷൻ, ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ വന്ധ്യാഘ്രി, യുക്മാരവിന്ദൻ, പൂർണ്ണചന്ദ്ര ബിംബാനന ഇന്ദുചൂടപ്രിയൻ, വന്ദാരു വൃന്ദ മന്ദാരതാരൂപമവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. ശ്രീരാമചന്ദ്രന്റെ ഇങ്ങനെ ഈ സ്തുതികളാണ് ഭഗവാനെ കാണുമ്പോൾ ചെയ്യേണ്ടത്. ശ്രീരാമചന്ദ്ര ഭഗവാനെ എന്നുകൊണ്ട് ഈ സ്തുതിക്കുമ്പോഴത്തേന് ഭഗവാൻ അങ്ങ് നമ്മളിലങ്ങ് അരിയും. ഇത് അതുകൊണ്ടാണ് രാമായണത്തിലും ആണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും സ്തുതികൾ വരുന്നത്. ദാമോദരായ സമയത്തൊക്കെ കുന്തി സ്തുതിയും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ സ്തുതികളാണ് അത്ര ശോഭിച്ച് ശ്രീരാമചന്ദ്രൻ ഇരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഭഗവാന്റെ 6 ലക്ഷണങ്ങളെ പറ്റി പറയുന്നു. ആരാണ് ഭഗവാൻ? അതായത് വ്യാസ മഹർഷിയുടെ അച്ഛൻ പരാശര മുനിയാണ് ഭഗവാന്റെ നിർവചനം കൊടുത്തിരിക്കുന്നത്. പരാശര മുനി സാക്ഷാൽ മഹാദേവ ഭക്തനായിരുന്നു. മഹാദേവ ഭക്തനായ പരാശര മുനി ആരാണ് ഭഗവാൻ എന്നുള്ള 6 ലക്ഷണങ്ങൾ കൂടിയവനാണ് ഭഗവാൻ. ഈ 6 ലക്ഷണങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാം ഭഗവാനാണ്. സ്മിതമാതാജി 6 ലക്ഷണങ്ങൾ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്യ ഭഗവത്ഗീത 2ാമത്തെ ചാപ്റ്ററിൽ എടുത്ത് പറയുന്നുണ്ട് അല്ലേ? ആരൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്യ നോക്കട്ടെ പ്രഭു. ഐശ്വര്യസ്യ സമഗ്രസ്യ are 6 features. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്യ അല്ലേ? യശസ്യ ശ്രീയ ജ്ഞാന വൈരാഗ്യ അല്ലേ? അത് കിട്ടുന്നില്ല പ്രഭു ഓക്കെ. ആ ശ്ലോകം. ഐശ്വര്യസ്യ സമഗ്രസ്യ പറയാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐശ്വര്യം, ഒന്ന് ഐശ്വര്യം. പിന്നെ ഓൾ നോളജ്, അതെ, അറിവ്. റെനൗൺസിയേഷൻ, ഓൾ ബ്യൂട്ടി. ഐശ്വര്യസ്യ ആദ്യം ഐശ്വര്യം വേണം. അതായത് റിച്ചസ്റ്റ് പേഴ്സൺ ആയിരിക്കണം, ആൾ വെൽത്ത് ഉണ്ടായിരിക്കണം. പിന്നെ വീരസ്യ, ഹീസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. പിന്നെ യശ, ഹീസ് ദ മോസ്റ്റ് ഫേമസ് പേഴ്സണാലിറ്റി. ശ്രീയ, ഹീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി. നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കണം, മനോഹരമായിരിക്കണം. ജ്ഞാന, ഹീസ് ദ മോസ്റ്റ് നോളജബിൾ. വൈരാഗ്യ, ഈവൻ ദോ ഹി പൊസസ്ഡ് ആൾ ഓഫ് ദീസ്, ഹീസ് ടോട്ടലി റിനൗൺസ്ഡ് ഫ്രം എവരിത്തിങ്. മനസ്സിലായോ എന്തെങ്കിലും? സുമാജി, നിരാജി. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ് ശ്രീയ ജ്ഞാന വൈരാഗ്യ ശൈവ സന്നാം ഭഗ ഇതിങ്കന. അതായത് ഭഗവാന്റെ 6 ക്വാളിറ്റിയാണ് പറയുന്നത്. ഒന്ന് ഐശ്വര്യം, നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കണം. കാര്യം നല്ല ധനവാനായിരിക്കണം, റിച്ചസ്റ്റ് പേഴ്സൺ ആയിരിക്കണം. ഭഗവാൻ അല്ലാതെ മറ്റാരും റിച്ചസ്റ്റ്, ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് പേഴ്സൺ ആണ്. 2, വീരസ്യ, പവർഫുൾ പേഴ്സൺ ആയിരിക്കണം. ആരെയും കീഴ്പ്പെടുത്താനുള്ള ശക്തി ഉണ്ടായിരിക്കണം, ഫുൾ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. പിന്നെ യശസ്, ഹീസ് ദ മോസ്റ്റ് ഫേമസ് പേഴ്സണാലിറ്റി. എല്ലാവരാലും പ്രശസ്തനായിരിക്കണം, എല്ലാവരാലും പ്രശസ്തനായിരിക്കണം. പിന്നെന്താണ്? ശ്രീയ, ഹീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി. വളരെ മനോഹരമായിരിക്കണം. ആ മനോഹാരിതയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ ജ്ഞാനം, ഹീസ് ദ മോസ്റ്റ് നോളജബിൾ മാൻ. എല്ലാ അർത്ഥത്തിലും അറിവുണ്ടായിരിക്കണം. പിന്നെ വൈരാഗ്യം,
ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ധനമുണ്ടായിരിക്കണം, പ്രശസ്തനായിരിക്കണം, നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കണം, ജ്ഞാനം, അറിവുണ്ടായിരിക്കണം. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒന്നിലും മമതാബന്ധം ഉണ്ടാകരുത്, ഞാൻ എന്ന ഭാവം ഉണ്ടാകരുത്, ഒന്നും എന്റേതല്ലെന്നുള്ള ഭാവം ഉണ്ടായിരിക്കണം. ആ ആളിന് മാത്രമേ ഭഗവാൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പരാശര മുനി നിർവചിച്ചു. ഇപ്പം ഒരു പക്ഷേ മേളിലത്തെ 5 എണ്ണം പലർക്കും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്ത് സംസാരിക്കാം. പക്ഷെ 6ാമത്തെ ഒരു സാധനം അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. ആ പരിത്യാഗം, എല്ലാം ഉണ്ടായിട്ടും ഒന്നും എന്റേതല്ല എന്നുള്ള. അതുകൊണ്ടാണ് നിഷ്പക്ഷനായി, നിരഹങ്കാരനായി, മമതാരഹിതനായി ഫ്ലൂട്ടും വായിച്ചങ്ങനെ ഇരിക്കുന്നത്. ഒന്നിനോടും ഒരു ബന്ധവുമില്ല. എന്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ടേയിരിക്കും. 16,108 ഭാര്യമാരെ ഉപേക്ഷിച്ച് കംസന്റെ അടുത്തേക്ക് അക്രൂരൻ വന്ന് വിളിക്കുമ്പോൾ കംസന്റെ അടുത്തേക്കും പോയി. അർജുനൻ വന്ന് വിളിച്ചപ്പം വനത്തിലോട്ടും പോയി. ഒന്നിനോടും ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്, പക്ഷെ ഒന്നിലും അദ്ദേഹമില്ല, ഭഗവാനില്ല. ഞാൻ ഭഗവത്ഗീതയിൽ ആ ശ്ലോകം പറയുന്നുണ്ട്, എല്ലാത്തിലും ഞാൻ നിലനിൽക്കുന്നു, പക്ഷെ ഒന്നിലും ഞാൻ നിലനിൽക്കുകയില്ല. തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്, എല്ലാം എന്നിലാണ്, പക്ഷെ ഒന്നിലും ഞാൻ നിലനിൽക്കുന്നതുമില്ല. ഈ ഒരു ഡിറ്റാച്ച്മെന്റ് ഭാവം ഇത് ഭഗവാന് മാത്രമേ ഉള്ളൂ. നിഷ്പക്ഷമായി നിന്ന് കളയും. ആ എടുത്തിട്ട് ശ്ലോകം ഇട്ട് വിഷ്ണു പുരാണത്തിലാണ് ഇത് പറയുന്നത്. വിഷ്ണു പുരാണത്തില് 6ാമത്തെ ഖണ്ഡം 5ാമത്തെ അധ്യായം 47ാമത്തെ ശ്ലോകമാണ്. അപ്പം ശ്രീരാമചന്ദ്രൻ അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ പോയി സീതാദേവി എടുത്ത് പറയും, അച്ഛൻ രാജ്യം വിഭജിച്ചു, രാജാവ് ഞാനല്ല, രാജാവ് ഇവിടുത്തെ രാജാവ് ഭരതനും വനത്തിലെ രാജാവ് ഞാനുമാണ്. അതുകൊണ്ട് നമുക്ക് 14 വർഷത്തേക്ക് ഞാൻ വനത്തിലേക്ക് പോവുകയാണ്, സീതാമ്മ ഇവിടെ നിൽക്കണം എന്ന് പറയും. അത് അടുത്ത ഭാഗത്തോട്ട് വരും. ലക്ഷ്മണൻ ഇത് കേട്ടിട്ട് ദേഷ്യപ്പെടും, ശ്രീലമ്പടനാണെന്ന് പറയും, ഒക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ ആ ഭാഗത്തോട്ട് നമുക്ക് പോവാം. ഇതാണ് ഇത്രയും കാര്യം. ഭഗവാനെ സ്തുതിക്കുക, ഒന്ന് ശ്രീരാമചന്ദ്രന്റെ ആ പ്രഭാവത്തെ പറ്റി സ്തുതിക്കുക, ശ്രീരാമചന്ദ്രന്റെ സത്യം, ധർമ്മം, ആ ദയ, അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് രാജാവിന് വേണ്ട ശ്രേഷ്ഠതകൾ, അല്ലെങ്കിൽ സാധാരണ ഒരു പൗരന് വേണ്ടുന്ന ശ്രേഷ്ഠതകളും, ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധവും, മകൻ എന്താണ് അച്ഛന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ആരാണ് എന്നുള്ള ആ സവിശേഷ സ്വഭാവം, 6 ഗുണങ്ങളും കൂടിയതാണ് ഭഗവാൻ എന്നുള്ള ആ നിർവചനം, ഭഗവാന്റെ നിർവചനവും ഇവിടെ പറഞ്ഞു തരികയാണ്. സ്മിത മാതാജി, എന്തെങ്കിലും അഡീഷൻ ഇതിനകത്ത്? ഒന്നും പ്രിപ്പയർഡ് അല്ല. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം വന്നിരിക്കുന്നത് കൊണ്ടാണ്. അതാ പറഞ്ഞത്, ഒരു ലാംബി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. പണ്ട് ലാംബി സ്കൂട്ടർ ആകുമ്പോൾ അറിയത്തില്ലേ, അതുപോലെ തന്നെ ചില പ്രീമിയർ പത്മിനി കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെയാണ്, അവസാനം കുറെ കള്ളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ട് സുമാജി? സുമാജി ചിരിക്കുന്നു, ഇതൊക്കെ എങ്ങനെ ഇപ്പോഴും നോക്കി വെച്ചിരിക്കുകയാണോ എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ആഴ്ച എല്ലാം ആവും. എന്തായാലും ഇന്ന് കേറിയല്ലോ, അവധിയൊക്കെ ആണെങ്കിലും ഞാൻ കരുതി ഇനി എല്ലാവരും ഒക്കെ പല ഇൻവോൾവ്മെന്റ് ആണോ, എന്തെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും കമ്മീഷൻ ബേസ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഭഗവാൻ അത് നമുക്ക് ചെയ്തു തരും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, യ കൗന്ദയ പ്രതിജാനിഹി ന മേ ഭക്ത്യ പ്രണശ്യതി, ഒരിക്കലും എൻ്റെ ഭക്തന് യാതൊരു തരത്തിലും ക്ഷീണം സംഭവിക്കുകയില്ല എന്ന്. ഇന്ന് ചെറിയൊരു ക്ലിപ്പ് കണ്ടതാണ്. ആത്മീയത അങ്ങനെ വല്ലതും നടിയുണ്ടോ അറിയില്ല, ഞാൻ ചെറുതായിട്ട് കണ്ടതാണ്. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവില് വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, സാധാരണ നടിയെ പോലും സംസാരിച്ചിട്ടില്ല. അപ്പം അവര് ഇന്റർവ്യൂർ ചോദിച്ചതാണ്, നിങ്ങൾ എപ്പോഴും കയ്യിൽ കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു.
അപ്പൊ അവര് പറഞ്ഞു, ഞാന് മുമ്പ് കൈ കൊണ്ട് നടക്കുമായിരുന്നു, ഇപ്പം ബാഗിനകത്താണ്. അതെന്താണ്? കൈ കൊണ്ട് തന്നെ കുറെ പേര് പറയുന്നു കൈ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഭഗവാന് പ്രയാസങ്ങൾ തരും എന്നുള്ളത്. അതൊരു സാധാരണ നോളജ് മാത്രമാണ്, അല്ല. നമ്മുടെ വൈഷ്ണവരെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഇസ്കോണിലൊക്കെ പോന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അവർ എവിടെ പോയി കഴിഞ്ഞാലും, ഇപ്പം ഇവിടുന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ കൂടെ ഉണ്ടെങ്കിൽ അത് കൂടെ കൊണ്ടുപോകും. കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും. കാര്യം ആ വിഗ്രഹത്തിനും ജീവൻ. നമ്മുടെ അചേതനമായ വസ്തുക്കൾക്ക് പോലും ജീവനുണ്ട്. അതായത് റോഡിൽ കിടക്കുന്ന കല്ലിനുമുണ്ട് ജീവൻ. അതുകൊണ്ടാണ് ചില കല്ലുകളുടെ വിധി ചേറിൽ കിടക്കാനും, ചില കല്ലുകളുടെ വിധി കൊട്ടാരത്തിൽ പോകാനും, ചില കല്ലുകളുടെ വിധി വിഗ്രഹം പണിയുവാനും. ഒരു അചേതനമായ വസ്തുക്കൾക്ക് പോലും അതിൽ ജീവന്റെ അംശമുണ്ട്. ഓരോ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ചേതനവും അചേതനവും എല്ലാം വരുന്നത്. അഹല്യ ദേവിയുടെ ഉദാഹരണവും അതാണ്. ശിലയായി ഭവിച്ചു. നമ്മൾ സാധാരണ ഒരാൾ നോക്കുമ്പോൾ വെറും പാറയാണ്, പക്ഷെ ആ പാറയ്ക്കും ജീവൻ ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ ദ്വാപര യുഗത്തിൽ 2 മരങ്ങൾ, ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ ആ മരത്തിന് കോൺഷ്യസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ ഈ വിഗ്രഹത്തിനെ മുട്ടി നോക്കും. ആ ശരിക്കും ഭഗവത് ചൈതന്യമുള്ള പാറയ്ക്ക്, ശിലയ്ക്ക് ഒരു പ്രത്യേക നാദമാണ്. അത് കഴിവുള്ള ആശാരിമാർക്കത് അറിയാം. അത് പെരുന്തച്ഛൻ എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുമായിരുന്നു. കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ജീവിക്കുന്ന സത്യമാണ്. ഒരു പേപ്പറിന് പോലും ഉണ്ട് അതിനൊരു ഭാഗ്യം. ആ പേപ്പർ രാമായണമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ പൂജിക്കും, ഇല്ലേ? ഒരു നോട്ടായി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്മി ദേവിയായി സ്വീകരിച്ചവിടെ വെക്കും. അതേസമയം എന്തെങ്കിലും വെറുതെ കാക്കറി കൂക്കറി എഴുതിയൊരു പേപ്പറാണെങ്കിലോ നമ്മളത് അടുപ്പത്ത് തീയിലിടും, ഇല്ലേ? അപ്പം വരുന്ന പേപ്പറിന് പോലും, ഇപ്പം ദാമോദര ആരതിക്ക് പറയാതെ പോയ ഒരു സന്ദർഭമുണ്ട്. ആചാര്യന്മാർ വർണ്ണിക്കുന്നത് യശോദാമ്മയുടെ തലയിൽ പൂവ് വരുന്നത്. യശോദാമ്മ ഭഗവാനെ പോയിക്കൊണ്ട് പിടിച്ച് കെട്ടുമ്പോൾ, അതായത് ഓടിപ്പോകുമ്പം ആകെ ക്ഷീണിക്കും. ആകെ ക്ഷീണിച്ചിട്ട് യശോദാമ്മയുടെ തലയിലുള്ള പുഷ്പങ്ങളും മാറും, വിശർക്കും. അപ്പം ഈ പുഷ്പങ്ങൾ താഴെ വീണ് കണ്ടിട്ട് ഭക്തര് പാടിയതാണ്, ഭക്തര് അതിനെ വ്യാഖ്യാനം ചെയ്തതാണ്. പറയുകയാണ്, യശോദാമ്മയുടെ ഭഗവാനെ കണ്ടിട്ട് യശോദാമ്മയുടെ തലയിലിരിക്കുന്ന പുഷ്പങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള യോഗ്യത, ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് വീഴാനുള്ള ഭാഗ്യത, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് യശോദാമ്മയുടെ തലയിൽ നിന്ന് പുഷ്പങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ വീഴുകയാണ് എന്ന് പറയും. ഭക്തിയുടെ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോന്നിനും ഓരോ വ്യംഗ്യ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്നിഗ്ധ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പാടിക്കൊണ്ടേയിരിക്കണം. ശ്രീരാമചന്ദ്ര സ്തുതി ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ കാര്യത്തിന് ഭഗവാൻ ഒരു കമ്മീഷൻ തരും. ഭഗവാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഭക്തിയുടെ ഏതു തലത്തിലാണെങ്കിലും ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഹരേ കൃഷ്ണ. ശ്രീ ഹരേ കൃഷ്ണ.